ജയ സച്ചിദാനന്ദ. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ കൂടിയിരിക്കുന്ന പരമാത്മാവിനെ ഞാൻ അത്യന്തം ഭക്തിയോടെ നമസ്കരിക്കുന്നു. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. മൃത്യുവിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് വേറെയും ചില കാര്യങ്ങൾ പറയാം. ജീവിതത്തിൽ ഇങ്ങനെയുള്ള മൃത്യുവും ജനങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കാറുണ്ട്. അത് കേട്ട് ഹൃദയം സ്തംഭിച്ചു പോവാറുണ്ട്. അത് പറഞ്ഞ് കേൾക്കുമ്പോഴേ നമ്മുടെ ഹൃദയത്തിന് വേഗത കുറഞ്ഞതായി തോന്നും. ഇങ്ങനെ ഒരു സംഭവം ഗുജറാത്തിൽ ജനുവരി 26, 2000 സംഭവിക്കുകയുണ്ടായി. അതിഭീകരമായ ഭൂമികുലുക്കമുണ്ടായി. പിന്നെ സൗരാഷ്ട്രയിലെ കച്ചിലും എത്രയോ പേർ ഭൂമിയുടെ കുലുക്കം കൊണ്ട് മരിക്കുകയുണ്ടായി, മരണമടഞ്ഞു. എത്രയോ വലിയ വലിയ വീടുകൾ ഭൂമിയിലേക്ക് തകർന്നു വീണു. ചിലയിടങ്ങളിൽ ഭൂമിക്ക് അടിയിലേക്ക് തന്നെ വീടുകൾ മുഴുവനോടെ താണുപോയി. അതിനകത്ത് എത്രയോ പേർ മരണപ്പെട്ടു. അങ്ങനെയുള്ള ഭൂകമ്പം വളരെ റെയറായിട്ടേ ഉണ്ടാവൂ. ലോകത്തിൽ ഇത്രയും വലിയൊരു ഭൂകമ്പവും ഇത്രയും വലിയ നാശനഷ്ടങ്ങളും ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷേ ഗുജറാത്തിൽ ഈ സംഭവം ഗുജറാത്തിലെ ജനങ്ങൾ കണ്ടു. ഈ ഭൂകമ്പം ഉണ്ടായതിനു ശേഷം പെട്ടെന്ന് ദാദാ ഭഗവാൻ ഫൗണ്ടേഷൻ ഒരുപാട് നിവാരണ ക്രിയകൾ ചെയ്തു. ആത്മാവിൻ്റെ കാര്യത്തിൽ ജനങ്ങളെ സഹായിക്കാനാവില്ലേ? തിന്നാനും കുടിക്കാനും ഇരിക്കാനും കിടക്കാനും ഒക്കെ കഴിയുമെങ്കിൽ അവർക്ക് ആത്മീക പ്രവൃത്തികളും ചെയ്തു കൊടുക്കേണ്ടതല്ലേ? ഇത്രയും വലിയൊരു അപായഘട്ടത്തിൽ നാം ജനങ്ങളെ സഹായിക്കാൻ തയ്യാറായില്ലെങ്കിൽ ആരാണത് ചെയ്യുക? സോ ദാദാ ഭഗവാൻ ഫൗണ്ടേഷൻ ഈ നിവാരണ ക്രിയകൾ ആദ്യത്തെ ദിവസം മുതൽ ആരംഭിച്ചു തുടങ്ങി. ആയിരക്കണക്കിന് ആൾക്കാർക്ക് ആഹാരം കൊടുത്തു, ഫുഡ് പാക്കറ്റ്സ് വിതരണം ചെയ്തു. നല്ല തണുപ്പുള്ള സമയമായിരുന്നു. അതുകൊണ്ട് കമ്പിളിയും ടെൻസും തിന്നാനും കുടിക്കാനുമുള്ള എല്ലാ പാത്രങ്ങളും അരിയും മറ്റ് സാധനങ്ങളും കച്ചിലും സൗരാഷ്ട്രയിലും സപ്ലൈ ചെയ്തു. പിന്നീട് റീഹാബിലിറ്റേഷനിൽ വീടും സ്കൂളും മറ്റും നിർമ്മിച്ചു കൊടുത്തു. ഇവ എല്ലാം സമൂഹ സേവനങ്ങളായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരി ജനങ്ങൾക്ക് ആവശ്യം ഹൃദയങ്ങളിൽ വളരെ ഭയങ്കരമായ ഷോക്കുണ്ടായിരുന്നു. വലിയ ആഘാതമുണ്ടായിരുന്നു. അവരുടെ ബന്ധുക്കൾ മരിച്ചുപോയിരുന്നു. അവരെ ആശ്വസിപ്പിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ജീവിതത്തിൽ മറ്റൊന്നുമില്ലായിരുന്നു. അങ്ങനെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ചില ജ്ഞാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വാക്കുകൾ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ മനസ്സ് വെറുതെ ഇരിക്കാൻ അനുവദിച്ചില്ല. ഉടനെ ഞങ്ങളുടെ ടീം മുഴുവനും കച്ചിലും അതുപോലെ സൗരാഷ്ട്രയിലും പോയി ഭൂകമ്പത്തിനിരയായ എല്ലാ ഗ്രാമങ്ങളും കണ്ടു. ഞങ്ങൾ പോയിരുന്ന എല്ലാ ഗ്രാമങ്ങളിലും ഞങ്ങൾ സത്സംഗം നടത്തി, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി, അവർക്ക് ആശ്വാസം നൽകി, ജ്ഞാനം കൊണ്ട് വളരെ ധൈര്യം കൊടുത്തു. ജനങ്ങൾ വല്ലാതെ ഭയന്നു പോയിരുന്നു. രാത്രി ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല. ഭൂകമ്പം കാരണം വളരെയധികം ജനങ്ങൾക്ക് മെൻ്റൽ ഡിപ്രഷൻ ഉണ്ടാവുകയുണ്ടായി. അവർക്ക് ദിവസം മുഴുവനും ഒരേ തോന്നൽ ഉണ്ടായിക്കൊണ്ടിരുന്നു. അവരുടെ ഹൃദയത്തിനകത്ത് ആടിക്കൊണ്ടിരിക്കുകയാണ്, ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഈ സൈക്കോളജി ജനങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ അവരെ എല്ലാം ഒന്നിച്ചു ചേർത്ത് ആ സൈക്കോളജിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ അവർക്ക് അധ്യാത്മത്തെക്കുറിച്ച് പറഞ്ഞ്, ആത്മാവിനെക്കുറിച്ച് പറഞ്ഞ് വളരെ ധൈര്യം ഉണ്ടാക്കിക്കൊടുത്തു. അങ്ങനെ അഹമ്മദാബാദിലും കച്ചിലും സൗരാഷ്ട്രയിലുമുള്ള ഓരോ ഗ്രാമങ്ങളിലും ചെന്ന് ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരുന്ന ജനങ്ങളോട് സ്നേഹത്തോടെ സംസാരിച്ച് സത്സംഗം നടത്തി. പല സ്ത്രീകളും കരഞ്ഞുകൊണ്ടേയിരുന്നു. അതുമാത്രമല്ല, ഭയന്ന് നടുങ്ങി അവർക്ക് ഉറങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല.
ഇങ്ങോട്ടും അങ്ങോട്ടും ചായുകയാണ്. ഭൂകമ്പം ഉണ്ടാവുന്നുണ്ട്, ഇപ്പോൾ മരിക്കും, രാത്രിയിൽ ഉറങ്ങാൻ പറ്റില്ല, കാരണം രാത്രി ഭൂകമ്പം ഉണ്ടായാൽ എന്ത് ചെയ്യുമെന്നായിരുന്നു അവരുടെ ചിന്ത. പലർക്കും വീട്ടിനുള്ളിൽ കടക്കാൻ പോലും സാധിച്ചിരുന്നില്ല. മാസങ്ങളോളം തുറന്ന സ്ഥലത്ത് കിടന്നുറങ്ങി. ഇവരെല്ലാം ആശ്വസിപ്പിച്ച് ധൈര്യം നൽകി ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ചു. ഞങ്ങളുടെ ആശ്വാസവാക്കുകൾ അവർക്ക് വളരെയധികം ഉന്മേഷം നൽകി. അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അവർ മെന്റൽ സൈക്കോസിസിൽ നിന്ന് പുറത്തേക്ക് കടന്നു. അവർക്ക് ധൈര്യമുണ്ടാവാൻ തുടങ്ങി. ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർ അകത്തേക്ക് കടന്നതേയില്ല. അവർക്കെല്ലാവർക്കും നല്ല ധൈര്യം നൽകി കുറേശ്ശെയായി നോർമലാക്കി അവരെ. കച്ചിലും ഓരോ ഗ്രാമങ്ങളിലും പോയി, ബച്ചാവിലും ബൂച്ചിലും രാപ്പോർ എന്നിങ്ങനെ എല്ലാ ഗ്രാമങ്ങളിലും, മാൻമി, അവിടെയായിരുന്നു വളരെയധികം പേർ മരിച്ചു പോയിരുന്നത്. അവിടെ ചെന്നു, കാണാനേ കഴിഞ്ഞില്ല. അങ്ങനെയായിരുന്നു അവിടുത്തെ സീൻ. ബച്ചാവോയിൽ വീടുകളൊന്നും ബാക്കിയില്ലായിരുന്നു. വീടുകൾ അങ്ങനെ തന്നെ നേരെ ഭൂമിക്കടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എത്രയോ ജനങ്ങൾ മരിച്ചു പോയിരുന്നു. പൂജിലും അതേ സ്ഥിതി തന്നെയായിരുന്നു. ഞങ്ങളെ കാണാൻ വന്നവർ അവരുടെ ബന്ധുമിത്രാദികൾ മരിച്ചുപോയിരുന്നു. ആ ശോകത്തിൽ അവർ വളരെ ദുഃഖത്തിലും ഡിപ്രഷനിലുമായിരുന്നു. വീടുകളെല്ലാം ഭൂമിക്കടിയിലായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങളും ബന്ധുക്കളുടെ കൂടെ മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എന്തിനാ ഞങ്ങൾ ഇങ്ങനെ രക്ഷപ്പെട്ടത്, ഈ തോന്നൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഭഗവാൻ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? ഭഗവാൻ ഇത്രയും നിർദയനും നിഷ്ഠൂരനുമാണോ? എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായത്? എല്ലാവരും ഇതുതന്നെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഭഗവാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഭഗവാൻ ആരെങ്കിലും ദുഃഖിപ്പിക്കാൻ സാധിക്കുമോ? പിന്നെങ്ങനെയാണ് അദ്ദേഹത്തെ ഭഗവാൻ എന്ന് വിളിക്കുക? ഇത് വെറും സാമൂഹ്യ കർമ്മത്തിന്റെ ഫലമാണ്. ഇത് വിധിയുടെ വിളയാട്ടമാണ്. ഭൂകമ്പത്തിൽ മരിക്കണമെന്നത് അവരുടെ കണക്കായിരുന്നു. അതിൽ ഭഗവാൻ കൈകടത്തില്ല. ഭഗവാൻ ആർക്കും നല്ലതും ചെയ്യാറില്ല, ആർക്കും ചീത്തയും ചെയ്യാറില്ല. ഭഗവാനെ ബ്ലെയിം ചെയ്യുന്നത് ഏറ്റവും വലിയ പാപമാണ്. ഭഗവാൻ പ്രവർത്തിക്കുന്നു, ലോകത്തെ നയിക്കുന്നു, നല്ലത് ചെയ്യുന്നു, ചീത്തയും ചെയ്യുന്നു. ഭഗവാന്റെ ഇഷ്ടപ്രകാരമല്ലാതെ ഒരു ഇലയ്ക്ക് പോലും അനങ്ങാൻ സാധിക്കില്ല. ഇവയെല്ലാം വെറും തോന്നലുകളാണ്, അറിവില്ലായ്മയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ 5-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ വാക്യത്തിൽ അത് സ്പഷ്ടമാക്കിയിരിക്കുന്നു. ന കർത്തൃത്വം ന കർമാണി ന സൃജതി ലോകസ്യ പ്രഭു ന കർമ്മഫല സംയോഗേ സ്വഭാവസ്തു പ്രവർത്തത്തെ. ഇതിന്റെ അർത്ഥം എന്താണ്? ഭഗവാൻ ഈശ്വരൻ ഒരു കർമ്മവും ചെയ്യുന്നില്ല, ചെയ്യിപ്പിക്കുന്നുമില്ല. ഈ ലോകത്ത് ഒരു ഭഗവാനും ആരെക്കൊണ്ടും കർമ്മങ്ങൾ ചെയ്യിപ്പിക്കാനാവില്ല. അവർ ഇന്നേ വരെ ചെയ്യിപ്പിച്ചിട്ടുമില്ല. അതാണ് സത്യം. കർമ്മത്തിന്റെ ഫലവും അവർക്ക് നൽകാനാവില്ല. ഇവയെല്ലാം വെറും സ്വാഭാവികമായി നടക്കുന്നതാണ്. വസ്തു സ്വഭാവത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. നാച്ചുറൽ ബൈൻഡ് ഇറ്റ്സ് ഓൺ. ഭഗവാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നത് വെറും സങ്കല്പമാണ്. ഇതവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരോട് ഞങ്ങൾ പറഞ്ഞു, ഇപ്പോഴേ ഒരു പാപത്തിനുള്ള ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഭഗവാനെ ബ്ലെയിം ചെയ്ത് മറ്റൊരു പാപം കൂടി ചേർക്കുന്നത് എന്തിനാ? അങ്ങനെയുള്ള പാപത്തിൽ നിന്ന് പലരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഞങ്ങൾ പിന്നീട് അവിടുത്തെ ആസ്പത്രിയിലേക്ക് പോയി. കച്ചിലെ ഏറ്റവും വലിയ ആസ്പത്രിയാണ് ബ്യൂള ആസ്പത്രി. അവിടെ സേവനം ചെയ്യുന്നവർ വളരെ നല്ല മനുഷ്യരാണ്. അമേരിക്കയിൽ നിന്ന് ധാരാളം ഡോക്ടേഴ്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി. 400-ഉം 500-ഉം ബാധിക്കപ്പെട്ടവർ. അവിടെ അതിന് മാത്രമുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു. എന്നാൽ ഭൂകമ്പത്തിൽ കുടുങ്ങിയ എല്ലാവരെയും അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. താഴെ ബെഡ് ഇട്ട് കൊടുത്തു, ടെൻ്റ് ഉണ്ടാക്കിയും എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരുന്നു. ഞങ്ങളെ മുറിവേറ്റ ഓരോരുത്തരുടെയും അടുക്കലേക്ക് കൊണ്ടുപോയി എല്ലാവരുടെയും കഥ കേട്ടു. ആ കഥകളൊക്കെ നിങ്ങളോട് പറയാൻ എനിക്ക് സാധിക്കില്ല, ഇന്ന് മുഴുവൻ പറയേണ്ടി വരും. എന്നാൽ ഏതാനും ചില ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ പലർക്കുമുണ്ടായിരുന്നു. വെറും 7 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അതിസുന്ദരിയായിരുന്നു, വളരെ ഉന്മേഷവതിയായിരുന്നു, വളരെ സ്മാർട്ടായിരുന്നു. അവൾ തൻ്റെ അനുഭവം പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ പറഞ്ഞു, ഭൂമി കുലുങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ എൻ്റെ അനിയനും വീട്ടിലായിരുന്നു.
എല്ലാം കുലുങ്ങിയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഓടിക്കൊണ്ടിരുന്നു. എന്റെ അനിയൻ ചെറുതായിരുന്നു, അവന് ഓടാൻ കഴിഞ്ഞിരുന്നില്ല. എനിക്ക് ഓടാൻ നല്ല വശമുണ്ടായിരുന്നു, ഞാൻ ഓടി രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ എന്റെ അനിയനെയും കൊണ്ട് ഓടാൻ എനിക്ക് കൂടുതൽ സമയമെടുത്തു. അപ്പോഴേക്കും പുറകിൽ നിന്ന് സ്ലാബ് വീണുകൊണ്ടിരുന്നു, അടുക്കളയുടെ സ്ലാബ്. അനിയനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അവനെ ശക്തിയായി തള്ളിയിട്ടു. തള്ളലിന്റെ ഫോഴ്സ് കൊണ്ട് അനിയൻ വളരെ ദൂരെ ചെന്ന് വീണു. അവനെ തള്ളി രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. അവിടെ സ്ലാബ്സ് എല്ലാം കൂടി എൻ്റെ മേൽ വീണു. അവൾ പറഞ്ഞു, ഞാൻ മരിച്ചാലും പ്രശ്നമില്ല, പക്ഷേ എൻ്റെ അനിയൻ രക്ഷപ്പെട്ടല്ലോ. 7 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് ആ സമയത്ത് അത്രയും രൂക്ഷമായ ഒരു പരിതസ്ഥിതിയിൽ അതുപോലൊരു ചിന്തയുണ്ടായില്ലേ? ഇതാണ് ഭാരതീയ സംസ്കാരം. എത്ര ഉന്നതമായ സംസ്കാരമാണ്! പാവം ആ പെൺകുട്ടിയുടെ ഒരു കാല് മുറിക്കേണ്ടി വന്നു. പക്ഷേ അവളുടെ മുഖത്തൊരല്പം പോലും ശോകമില്ലായിരുന്നു, ദുഃഖത്തിന്റെ ഒരു രേഖ പോലും ഇല്ലായിരുന്നു. എല്ലാവരോടും ചിരിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. അതുമാത്രമല്ല, അവൾ ബാധിക്കപ്പെട്ട 400 പേരെ എന്റർടൈൻ ചെയ്തുകൊണ്ടിരുന്നു. വളരെ നന്നായി പാടിയിരുന്നു. അവളുടെ സ്വരം മധുരമുള്ളതായിരുന്നു. ഞങ്ങൾക്കും അവൾ പാട്ട് പാടി കേൾപ്പിച്ചു. യേ മേരെ വതൻ കീ ലോഗോ ജരാ ആँख में भर लो पानी, जो शहीद हुए हैं उनकी सरा याद करो कुर्बानी. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. അത്രയും മനോഹരമായിരുന്നു അവളുടെ പാട്ട്. അവൾ കുറേ പാട്ടുകൾ ഞങ്ങളെ പാടി കേൾപ്പിച്ചു. അതില് മറ്റൊന്ന്, ദേദി ഹമേ ആസാദ് ബിനാ കട്കെ ബിനാ ദാ, സാബർമതി കെ സംഗ് തുമേ കർ ദിയാ കമാൽ, രഘുപതി രാഘവ രാജാ രാം, രഘുപതി രാഘവ രാജാ രാം. ഇങ്ങനെ അവൾ മനോഹരമായി പാടി. എല്ലാവരും അവളെക്കുറിച്ച് സന്തോഷിച്ചു. അവളെ എല്ലാവരും അനുഗ്രഹിച്ചു. അതുപോലെ ഒരു ഏകദേശം 40-45 വയസ്സുള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ കട്ടിലിനടുത്ത് ഞാൻ ചെന്നു. അവരുടെയും കാല് ഇത്രയും വലുതായി വീങ്ങിയിരുന്നു. ഡോക്ടേഴ്സ് എല്ലാം ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി കാല് മുറിക്കാതിരിക്കാൻ വഴിയുണ്ടോ എന്ന്. മുറിക്കണോ മുറിക്കണ്ടേ, ഇവയ്ക്ക് നടുവിൽ അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഡോക്ടേഴ്സിനിടയിൽ. എന്നാൽ ആ സ്ത്രീ വളരെ ശാന്തയായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, സഹോദരി, നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാമോ? അവർ പറഞ്ഞു, എൻ്റെ ഭർത്താവും എൻ്റെ മകനും ഉണ്ടായിരുന്നു. പക്ഷേ ഭൂകമ്പത്തിൽ വീട് ഇടിഞ്ഞ് താഴേക്ക് വീണതാണ്. സ്ലാബ്സ് എല്ലാം താഴേക്ക് വീണു. എൻ്റെ മകനും എൻ്റെ ഭർത്താവും എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ മരിച്ചുപോയി, മരണപ്പെട്ടു. ഭർത്താവിൻ്റെ തല എൻ്റെ മടിയിലായിരുന്നു. എന്നാൽ ഞാൻ വീഴുകയായിരുന്നു. മറ്റൊരു കാലിൽ സ്ലാബ് വീണ് കിടക്കുകയാണ്. മുകൾ ഭാഗം ഫ്രീ ആയിരുന്നു. വളരെ വലിയ സ്ലാബായിരുന്നു. 3 ദിവസത്തോളം ഞാൻ അതേ നിലയിൽ തന്നെ കിടന്നു. എൻ്റെ മടിയിൽ എൻ്റെ ഭർത്താവിൻ്റെ ശവം കിടന്നിരുന്നു. എനിക്കും ഇതിൽ നിന്ന് എന്നെ ആരെങ്കിലും പുറത്തെടുക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. കാരണം ജനങ്ങൾ മുകളിലൂടെ പോയും വന്നും കൊണ്ടിരുന്നു. എന്നെ എങ്ങനെ കാണാനാണ്? പുറത്തു കടക്കാൻ അവർക്ക് ഒരു വഴിയുമില്ലായിരുന്നു. ഇത്രയും വലിയ സ്ലാബ് എങ്ങനെ എടുത്തു മാറ്റാനാണ്, അല്ലേ? രാത്രി 11 മണിക്ക് എല്ലാവരും ധൈര്യം വിട്ടിരുന്നു. ക്രെയിൻ, ഇത്ര ചെറിയ തെരുവായിരുന്നു, അവിടേക്ക് ക്രെയിൻ കൊണ്ടുവരാനേ കഴിയില്ലായിരുന്നു. ഞാനും എൻ്റെ മരണം എപ്പോഴാണ്
ഉണ്ടാവാൻ പോകുന്നതെന്ന് നോക്കിയിരിക്കുകയായിരുന്നു. പുറത്തു കടക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. ആരെങ്കിലും കുടിക്കാൻ കുറച്ച് വെള്ളം തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. അതിനും വഴിയില്ല. എനിക്കൊരു ചെറിയ വിടവ് മാത്രമേ കാണാൻ സാധിച്ചിരുന്നുള്ളൂ. അതിലൂടെ നോക്കി ഞാൻ തികച്ചും നിസ്സഹായയായിരുന്നു. 3 ദിവസം അങ്ങനെ കഴിച്ചുകൂട്ടി. പിന്നീട് മിലിട്ടറിക്കാർ വന്ന്, അവർ ദിവസവും വരാറുണ്ടായിരുന്നു. പക്ഷേ അന്ന് കൂടുതൽ ആൾക്കാർ വന്നിരുന്നു. അവരെന്നെ പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്തത്. രക്ഷപ്പെടുത്തി. പക്ഷേ ഈ കാലിൻ്റെ സ്ഥിതി നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ സ്ഥിതിയിലായി. പിന്നീട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ തനിച്ചായിരിക്കുന്നു, അതുകൊണ്ട് വരൂ, നിങ്ങൾ ഞങ്ങളോടൊത്ത് വരണം. ഞങ്ങളുടെ ചിലവിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതെല്ലാം ഞങ്ങൾ ചെയ്തു തരാം. അവർ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോവുക? ഞാൻ പറഞ്ഞു, അഹമ്മദാബാദ്. അപ്പോൾ അവർ പറഞ്ഞു, വേണ്ട, ഞാൻ ഭാരതീയ സ്ത്രീയാണ്. ഭാരതീയ സ്ത്രീ എപ്പോഴും ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസിക്കുക, ഭർതൃഗൃഹത്തിൽ തന്നെയാണ് മരിക്കുക. ഞാനും എൻ്റെ ഭർതൃഗൃഹത്തിലേ മരിക്കൂ, അതായത് ഭൂജിലേക്ക് പോകും, അവിടെയേ മരിക്കുകയുള്ളൂ. ഞാൻ തനിച്ചിരുന്നോളാം, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, എനിക്ക് ഒരുപാട് ധൈര്യമുണ്ട്. പക്ഷേ ഞാൻ ഇനി എൻ്റെ ഭർതൃഗൃഹത്തിൽ മാത്രമേ താമസിക്കുകയുള്ളൂ. മാത്രമല്ല, എനിക്ക് പെൺമക്കളുണ്ട്. ഒരു മകൾ ലണ്ടനിലാണ്, ഒരു മകൾ അഹമ്മദാബാദിലുണ്ട്. അവരും എന്നെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വരില്ല എന്ന് തീർത്തും പറഞ്ഞു. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ നാട്ടിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിലേ താമസിക്കൂ, അവിടെ വെച്ചേ ഞാൻ അന്ത്യശ്വാസം വലിക്കൂ. കണ്ടോ, എന്തൊരു ധൈര്യമാണിത്! ഭാരതീയ സ്ത്രീകൾ എങ്ങനെയുള്ളവരാണെന്ന് കണ്ടില്ലേ? അവരുടെ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് എത്ര ധൈര്യത്തോടെയാണ് പറയുന്നത്, ഞാൻ മരിച്ചാലും ഭർതൃഗൃഹത്തിലേ മരിക്കൂ എന്ന്. വിദേശത്ത്, വെസ്റ്റേൺ വേൾഡിൽ ഇതുപോലെ കാണാൻ കഴിയുമോ? കേൾക്കാനെങ്കിലും സാധിക്കുമോ? ഞാൻ പറഞ്ഞു, സന്തോഷം സഹോദരി, നിങ്ങളുടെ സങ്കല്പം എന്തായാലും അതുപ്രകാരം പൂർത്തിയാവും, നിങ്ങൾക്കെല്ലാം നടക്കും, വീടും കിട്ടും, എല്ലാ കാര്യങ്ങളും നടക്കും. പിന്നീട് അവർക്ക് അവരുടെ ആഗ്രഹം പോലെ എല്ലാ കാര്യങ്ങളും നടക്കുകയുണ്ടായി. അവർക്ക് സുഖമായി. എന്നാൽ ഇങ്ങനെ കാണുന്നത് ദുർലഭമാണ്, ഇങ്ങനെ കാണാൻ സാധിക്കില്ല. ഒരു സഹോദരനുണ്ടായിരുന്നു ഗാന്ധിധാമിൽ. അയാൾ ഞങ്ങളുടെ സത്സംഗത്തിൽ പങ്കെടുക്കാൻ വന്നിരുന്നു. വളരെ ഡിപ്രഷനിലായിരുന്നു. കാരണം അയാളുടെ അനിയൻ, അയാളുടെ ഭാര്യ, അവർക്ക് 3 മക്കളുണ്ടായിരുന്നു. അവരെല്ലാവരും ഓരോരോ മുറികളിലായിരുന്നു ഭൂകമ്പം ഉണ്ടായപ്പോൾ. അവരെല്ലാവരും രാവിലെ മുറിക്കുള്ളിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അവിടെ ഫാൻ ഓടിക്കൊണ്ടിരുന്നു. അപ്പോൾ എല്ലാം വീണപ്പോൾ ഫാനും കൂടെ വീണു. എല്ലാം വീണതിൻ്റെ കൂടെ ഫാൻ കറങ്ങി കറങ്ങി താഴെ വീണു. എല്ലാവരുടെയും കഴുത്ത് മുറിഞ്ഞുപോയി, പല അവയവങ്ങളും മുറിഞ്ഞുപോയി. എല്ലാവരും അവിടെ വെച്ച് തന്നെ അതേപോലെ തന്നെ മരിച്ചുപോയി, ഫുൾ ഫാമിലി. അയാൾ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. പിന്നീട് ഞങ്ങൾ അയാളോട് സംസാരിച്ചു, അധ്യാത്മത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അയാൾക്ക് വളരെ ശാന്തതയുണ്ടായി. അത്തരം സമയങ്ങളിൽ ഇത് വളരെയധികം പ്രയോജനമുണ്ടാക്കും. നിങ്ങൾ സന്തോഷമായിരിക്കുമ്പോൾ അധ്യാത്മത്തെക്കുറിച്ച് പറയുന്നതും ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ പറയുന്നതും രണ്ടിനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടാവും. അപ്പോൾ റിസീവർ നന്നായി ഓപ്പൺ ആയിരിക്കും. മോഹം മുഴുവനായി അവസാനിച്ചിട്ടുണ്ടാവും. മോഹത്തിന് എവിടെയും സ്ഥാനമുണ്ടായിരിക്കില്ല. അതുകൊണ്ട് പറഞ്ഞതൊക്കെ നേരെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ അവർക്ക് വളരെ സമാധാനം കിട്ടി. ഇങ്ങനെയുള്ള ജനങ്ങളെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. അതുപോലെ മുംബൈയിൽ നിപ്പിൻസി റോഡിൽ എപ്പോഴും ദാദാ ഭഗവാന്റെ ഫോളോവേഴ്സിൻ്റെ സത്സംഗത്തിൽ ഒരാൾ വരാറുണ്ടായിരുന്നു. ജനുവരി 25-ാം തീയതി രാത്രി അയാൾ യാത്ര ചെയ്തു. 26-ാം തീയതി അഹമ്മദാബാദിൽ വെച്ച് കുടുംബത്തിൽ ഒരാളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. അയാൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിരുന്നില്ല. പക്ഷേ ബന്ധുക്കൾ ഫോൺ ചെയ്ത് അയാളെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് അയാൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടത്. ടിക്കറ്റ് പോലും വാങ്ങാൻ സമയമില്ല. വളരെ പ്രയാസപ്പെട്ട് ഏജന്റുമാരെ പിടിച്ച് അവരുടെ കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടാണ് അവസാന നിമിഷത്തിൽ അയാൾക്ക് ടിക്കറ്റ് കിട്ടിയത്. ഒടുവിൽ അയാളും അയാളുടെ ഭാര്യയും സഹോദരിയും 3 പേരും കല്യാണത്തിന് വേണ്ടി അഹമ്മദാബാദിലേക്ക് വന്നു. കല്യാണം നടക്കുന്ന സ്ഥലത്തെത്തി. രാവിലെ 9:15 മറ്റോ ഭൂകമ്പം ഉണ്ടായ സമയത്ത് അയാൾ താഴെയിരുന്നു, ചായയും ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുകയായിരുന്നു. ഭാര്യയും സഹോദരിയും ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. ഇയാൾ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ പാർക്കിംഗ് ലോട്ടിലിരുന്ന് പ്രാതൽ കഴിക്കുകയായിരുന്നു. എന്നാൽ ഫസ്റ്റ് ഫ്ലോറിൽ അയാളുടെ സഹോദരിയും അയാളുടെ ഭാര്യയും കുളിക്കാനും മറ്റുമുള്ള ഒരുക്കത്തിലായിരുന്നു.
ഭൂകമ്പമുണ്ടായപ്പോൾ എല്ലാവരും അവിടെ നിന്ന് വേഗം താഴോട്ടിറങ്ങി ഓടി. ഈ സഹോദരൻ താഴെയായിരുന്നു. മുകളിലുണ്ടായിരുന്നവർ പ്രയാസമില്ലാതെ ഓടി രക്ഷപ്പെട്ടു. ഇയാൾ ഓടിയപ്പോഴേക്ക് ഇയാളുടെ മുകളിൽ സ്ലാബ് വീണു. അയാൾ അടിയിൽപ്പെട്ടു. 2-3 മണിക്കൂർ ജീവൻ ഉണ്ടായിരുന്നു. എന്നാൽ പുറത്തു വരാൻ ഒരു വഴിയുമില്ലായിരുന്നു. അത്രയും വലിയൊരു സ്ലാബ് എങ്ങനെയാണ് എടുത്തു മാറ്റുക? നിസ്സഹായനായിരുന്നു. അങ്ങനെ അയാൾ മരിച്ചുപോയി. ഭാര്യയും സഹോദരിയും നോർമലായിരുന്നു. യാതൊരു ബാധിപ്പും ഉണ്ടായിരുന്നില്ല. ഞാൻ അവരുടെ അടുക്കൽ ചെന്ന് അന്ന് തന്നെ അവരെ ആശ്വസിപ്പിക്കാനായി ഞാൻ അവരുടെ അടുത്തെത്തി, ഉപദേശം നൽകി. അവരുടെ ബന്ധുക്കളോടും ഞാൻ കുറേ നേരം സംസാരിച്ചു. അവരുടെ ഭർത്താവിന് മരിക്കേണ്ട സമയമായി, അതാണ് മരണപ്പെട്ടത്. ആധ്യാത്മികത വളരെ സമാധാനം നൽകുമെന്ന് പറഞ്ഞു. ഇങ്ങനെയും മരണം സംഭവിക്കാറുണ്ട്. ഇത് എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കാത്തവയാണ്. ഇങ്ങനെ ഒരേ സമയത്ത് ആയിരക്കണക്കിന് ആൾക്കാർ മരണപ്പെടുന്നുണ്ട്. ഇത് കാലത്തിൻ്റെ, ഭൂമിയുടെ ഭയങ്കരമായ കോപമായിരുന്നു. എല്ലാവരുടെയും ഒരുമിച്ചുള്ള സാമൂഹിക കർമ്മത്തിന്റെ ഫലമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ബാക്കി മരണങ്ങൾ നിമിത്തം കൊണ്ടുണ്ടാവുന്നതാണ്. ഇങ്ങനെ നിമിത്തം കൊണ്ടും മരിക്കുന്നുണ്ട്. എന്നാൽ മരണപ്പെട്ടവരാരായാലും അവർ പോയി കഴിഞ്ഞു. പക്ഷേ മരണസമയത്ത് അവർക്കുണ്ടാവുന്ന മെന്റലി പ്രയാസങ്ങളില്ലേ, അതെന്തുമാത്രം ഭയങ്കരമായിരിക്കും. അതുപോലെ തന്നെ അന്തിമ ക്ഷണത്തിൽ അവർ ആത്മാവിൻ്റെയും ഭഗവാന്റെ പേരും വിളിക്കുക എന്നത് വളരെ പ്രയാസമുള്ളതാണ്. പേടിച്ചു പേടിച്ചു പേടിച്ച് ഗതി നശിച്ചു പോകുന്നു. സ്വസ്ഥമായി മരിക്കുന്നവർ ഭഗവാന്റെ പേര് പറഞ്ഞു പറഞ്ഞ് ദേഹം ഉപേക്ഷിച്ചു പോകുന്നുണ്ട്. അങ്ങനെയും പലരുമുണ്ട്. ഇങ്ങനെയായിരിക്കും അവരെല്ലാവരും. രാമ 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 എന്നോ അവരുടെ ഏതെങ്കിലും ഇഷ്ടദൈവങ്ങളുടെ പേര് ഉച്ചരിക്കും, ദേഹം വിട്ടു പോവും. സോ ഇത് ജ്ഞാനം നേടിയവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടാവുന്നില്ല. അവർക്ക് ആത്മാവ് ആ സമയത്ത് ഓട്ടോമാറ്റിക്കായി സന്നിഹിതമാവുന്നു. എന്നിട്ട് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അവരെ വിമോചിപ്പിക്കുന്നു. ഞാനിപ്പോൾ മരിക്കുകയല്ല, എൻ്റെ കണക്കാണ് തീരാൻ പോകുന്നത്. ജ്ഞാനം സമ്പാദിച്ചതിന് ശേഷം, ജ്ഞാനം സമ്പാദിച്ച പലരും ഇങ്ങനെ തന്നെയായിരിക്കും. അവർക്ക് ഇതുപോലെയുള്ള ഭൂകമ്പങ്ങളിൽ ചിലർ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ ഉള്ളിൽ, ഹൃദയത്തിനകത്ത് വളരെ സ്വസ്ഥതയുണ്ടായിരിക്കുന്നതാണ്. അവർ എന്നോട് അതിനെക്കുറിച്ച് വിവരിക്കുകയുമുണ്ടായി. അതുകൊണ്ട് അവർ വളരെ ആശ്ചര്യപ്പെട്ടു. ജ്ഞാനം കൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഉണ്ടാവുന്നതെന്ന്. ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. ആത്മാവിനെ യാതൊരു സുഖവും ദുഃഖവും ടച്ച് ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് എൻ്റെ സ്വരൂപം. ഇത് മനസ്സിനകത്ത് നിശ്ചയമാവുന്നു. അവർ ജ്ഞാനത്താൽ വിമുക്തരായിരിക്കുന്നതാണ്. ഈ ജ്ഞാനം പ്രാപ്തമാക്കേണ്ടത് അത്യാവശ്യമാണ്. ആത്മാവിനെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്കെല്ലാം കിട്ടിയെന്ന് വരാം. മനുഷ്യദേഹം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കില്ല. ഒരിക്കൽ മനുഷ്യദേഹം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രാവശ്യം, ആ ജന്മത്തിൽ ആത്മാവിനെ മനസ്സിലാക്കാതെ പോയാൽ 84 ലക്ഷം പ്രാവശ്യം ചുറ്റിക്കറങ്ങി വന്ന ശേഷം ഈ അവസ്ഥയുണ്ടായാൽ ഇനിയും എത്ര കാലം ചുറ്റിത്തിരിയേണ്ടി വരും? ഈ ചുറ്റിക്കറങ്ങലിൽ നിന്ന് രക്ഷപ്പെടാനായി ഇതാണ് ഒരു മാർഗമുള്ളത്. നിങ്ങൾ ഇവിടെ വന്നാൽ ആത്മാവിനെ പ്രാപ്തമാക്കി അനേക ദുഃഖങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കാനാവും. എന്നിട്ട് ജീവിതം ജീവിക്കാൻ പഠിക്കൂ. ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറയാനാണ് ഞാൻ എപ്പോഴും TV എന്ന ഈ മാധ്യമത്തെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ നേരിട്ട് വരണം. നേരിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പരിപൂർണതയുണ്ടാവുകയുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് നൽകപ്പെട്ട വിളക്കിൽ എൻ്റെ പ്രകാശം കടന്നു വന്നാലേ അതിൽ നിന്ന് വെളിച്ചമുണ്ടാവുകയുള്ളൂ. അതെപ്പോഴും പ്രകാശം 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 തന്നുകൊണ്ടിരിക്കും. ജയ് സച്ചിദാനന്ദ.